ധന്യമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യവേളയിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും ഇരുന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ ഈ രാത്രിയിൽ ഈ സന്ധ്യവേളയിൽ ദൈവമായ കർത്താവ് നമുക്ക് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമായ കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയുവാനും ഒരവസരം കൂടി കർത്താവ് നമുക്ക് നൽകി തന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ 2024 ഈ സൂം പ്ലാറ്റ്ഫോമിൽ എനിക്കും നിങ്ങളോട് ഒരുമിച്ച് ചില നിമിഷങ്ങളെ ദൈവവചനം പങ്കിടുവാനും ദൈവിക ആലോചനകളെ പരസ്പരം ഷെയർ ചെയ്യുവാനും ഭാഗ്യം ലഭിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യവേളയിൽ ഈ സൂമിലൂടെ എൻ്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിന്റെ പിന്നിലുള്ള എല്ലാ ആത്മീയവും ഭൗതികമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് തന്ന നല്ല അവസരം എപ്പോഴും നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ ഇടയായി തീരണം. അവസരം നമുക്ക് ആരെയും കാത്തു നിൽക്കുകയില്ല. സമയം നമുക്ക് കാത്തു നിൽക്കുകയില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. കാരണം പ്രപഞ്ചം അതിൻ്റെ ഘടികാരം ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യുക? അതിനനുസരിച്ച് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യവേളയിൽ മുഖവര പറഞ്ഞൊന്നും സമയങ്ങളെ കളയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. വേഗത്തിൽ ഒരു വാക്യം വായിച്ച് ദൈവം തന്ന ആലോചനകളെ നമുക്ക് പരസ്പരം പങ്കുവെക്കുവാൻ ഇടയായി തീരട്ടെ. അതിനായി നമുക്ക് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയമായ നല്ല സന്ധ്യവേളയ്ക്കായി സ്തോത്രം. ഈ സന്ധ്യവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സന്ധ്യവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം വായിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഏതാത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ നിന്റെ ജനത്തിന് പ്രിയപ്പെട്ടവർക്ക് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ അടിയന്റെ അതരത്തെയും ആത്മാവിനെയും ശരീരത്തെയും ബലപ്പെടുത്തണം. ആ വാർത്തതൊന്നും അധിരത്തിൽ വരുവാൻ ഇടയാകാതെ ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അടിയന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ദൈവം കേൾക്കണം പിതാവേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകേണ്ടതിനും 12 നിയമിച്ചു. നമുക്കറിയാം,
യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് മർക്കോസിനെ കുറിച്ച് വ്യക്തമായ ഒരു ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമേ മർക്കോസിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മർക്കോസിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ യേശുവിന്റെ ചരിത്രം, യേശുവിനെ കുറിച്ചുള്ള വാർത്ത എഴുതുവാൻ മർക്കോസിന് ഭാഗ്യം തന്നു. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രാതീതമായി നാം പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് പുതിയ നിയമത്തെ 4 ഭാഗങ്ങളായിട്ടാണ് വേദപണ്ഡിതന്മാർ അതിനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. 1 സുവിശേഷങ്ങൾ, 2 ചരിത്രം, 3 ലേഖനങ്ങൾ, 4 പ്രവചനം. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് പുതിയ നിയമത്തെയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമം അങ്ങനെ തന്നെയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനെ കഴിഞ്ഞും പ്രത്യേകത പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം പഴയ നിയമം ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കൃപയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിടുതലും നിത്യജീവനും മാത്രമല്ല നിത്യതയും സ്വസ്ഥതയും നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. ഇസ്രായേലിൽ നിന്നുള്ള വീണ്ടെടുത്ത ജനം അവർ എന്ത് ചെയ്യുന്നറിയാമോ? പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കേണ്ടതിനു വേണ്ടി അക്ഷരാർത്ഥത്തിൽ യാത്ര ചെയ്തു. എന്നാൽ ഇറങ്ങി തിരിച്ചവരാരും അബ്രഹാമിനോട് അല്ലെങ്കിൽ മോശ മുഖാന്തരം അവരെ നയിച്ചു കൊണ്ടുവന്നതായ ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ആർക്കും തന്നെ കഴിയാതെ പോയി. അതിൽ ചിലർ വ്യക്തികൾ മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് രണ്ടും നാം താരതമ്യം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ കനാൻ അവർക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വ്യക്തമായി നമ്മളോട് അരുളി ചെയ്തു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന്. പോട്ടെ, ഈ സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 4 സുവിശേഷങ്ങൾ. യേശുവിന്റെ സുവിശേഷം എഴുതപ്പെട്ടവർ 4 പേരാണ്. ഒറ്റ സുവിശേഷമേ ഉള്ളൂ. 4 പേരിലാൽ എന്ത് ചെയ്തു? സുവിശേഷം എഴുതപ്പെടുവാനിടയായി. 1 നാം കാണുന്നത് മത്തായി, 2 മർക്കോസ്, 3 ലൂക്കോസ്, 4 യോഹന്നാൻ. ആദ്യം യേശുവിന്റെ ചരിത്രം, യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടത് വിശുദ്ധ മർക്കോസ്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതുവാൻ കഴിയാതെ വന്നപ്പോൾ ശിഷ്യന്മാരോട് കൂടെ സമകാലികനായി നടന്ന മർക്കോസിനെ കൊണ്ടാണ് ആദ്യം തൻ്റെ യേശുവിൻ്റെതാകുന്ന ചരിത്രം അല്ലെങ്കിൽ സുവിശേഷം എഴുതപ്പെടുവാൻ ഇടയായി തീർന്നത്. AD 55 മർക്കോസ് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എഴുതുവാൻ ഇടയാകുന്നത്. ഒന്നാമത്തെ അപ്പോൾ ആദ്യം എഴുതിയത് മർക്കോസ് ആണ്. രണ്ടാമത് എഴുതിയത് മത്തായി ആണ്. AD 58 കാലഘട്ടത്തിൽ മത്തായി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം എഴുതി. ലൂക്കോസ് ആണ് മൂന്നാമത് എഴുതുന്നത് AD 60 കാലഘട്ടത്തിൽ. അവസാനം എഴുതിയത് യോഹന്നാനാണ് AD 90 കാലഘട്ടത്തിൽ. അങ്ങനെയെങ്കിൽ യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയാവുന്ന യോഹന്നാനും യേശുവിൻ്റെതാകുന്ന വാക്കുകൾക്ക് പുറകിൽ സഞ്ചരിച്ചതായ മത്തായിയും ഇവർക്ക് ആർക്കും ആദ്യം തന്റെ ചരിത്രത്തെ എഴുതുവാൻ കഴിയാതെ വന്നപ്പോൾ മർക്കോസിനെ കൊണ്ട് ദൈവം തന്റെ ആത്മാവിനാൽ യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതുവാനിടയായി. മർക്കോസിൻ്റെതാകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നാം പഠിക്കുമ്പോൾ
ഒരു വാക്യം അതിനോടനുബന്ധിച്ച് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ മർക്കോസിനെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 11-9 വാക്യങ്ങൾ വായിക്കാം. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രയോസ്റ്റസ് ഗലാത്യയ്ക്കും തീത്തോസ് ദമല്യത്തേക്കും പോയി. ലൂക്കോസ് മാത്രം എന്നോടുകൂടിയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറയുക. മർക്കോസോ എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാ. താൻ പലരെയും കണ്ടു, താൻ പലരെയും സ്നേഹിച്ചു. പക്ഷെ അവരൊക്കെ പൗലോസിൽ നിന്ന് അകന്നു പോയപ്പോൾ പൗലോസ് തിമോഥെയോസിനോട് പറയുക, നീ വരുമ്പോൾ എന്ത് ചെയ്യണം? അവനെയും കൂടെ മർക്കോസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരണം. മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യവേളയിൽ പറയട്ടെ, നാം എല്ലാവരും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനമുള്ളവരായി മാറണം. ഹാലേലൂയ. ഈ ഭാഗത്ത് മാത്രമേ ഞാൻ മർക്കോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുള്ളൂ ദൈവവചനത്തൂടെ. മറ്റൊരു ഭാഗങ്ങളിലും മർക്കോസിന്റെ ചരിത്രമോ ഒന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഉണ്ടായിരിക്കാം, എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഓർപ്പിക്കാൻ എന്റെ താല്പര്യം, പൗലോസ് പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവൻ, അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനെയും കൂട്ടിക്കൊണ്ടുവരണം. ഇന്ന് സന്ധ്യവേളയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെയായി ഇരിക്കുന്ന കർത്താവിന്റെ വേലയിൽ അധ്വാനം ചെയ്യുന്നവരുണ്ടാവാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം, കർത്താവിന് വേലയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ടാകാം. ആരുമായിക്കൊള്ളട്ടെ, ഈ സന്ധ്യവേളയിൽ പൗലോസ് പറയുക, മർക്കോസോ കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് പ്രയോജനമുള്ളവൻ, ഉപയോഗമുള്ളവനാകയാൽ അവനെയും കൂട്ടിക്കൊണ്ട് വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനമുള്ളവരെ ഈ നാളുകളിൽ നാം കൂട്ടിച്ചേർക്കുവാനിടയായി തീർന്നു. ഞാൻ മടങ്ങി വരട്ടെ. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ് നാം വായിച്ചത്. പിന്നെ അവൻ മലയിൽ കയറി. പിന്നെ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് 3-ാം അധ്യായം 1 വാക്യങ്ങളെ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഗം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവം? 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. അശുദ്ധാത്മാക്കളും യേശുവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ എന്ത് പറയും? ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും തന്നെ. അത് പ്രസിദ്ധമാകാതിരിക്കേണ്ടതിന് അവൻ അവരെ എന്ത് ചെയ്തു? ശാസിച്ചു. യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ പ്രസിദ്ധമാകാതിരിക്കുവാൻ കൂടെയുള്ള ശിഷ്യന്മാരെ എന്ത് ചെയ്തു? അവൻ ശാസിച്ചു എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരത്ഭുതം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരു രോഗി സൗഖ്യമായാൽ, നമ്മുടെ ശുശ്രൂഷയിലൂടെ ഒരു ഭൂതം പുറത്തായാൽ, ഇന്നത്തെ ആധുനിക യുഗത്തിൽ, ആധുനികമായിരിക്കുന്ന സാഹചര്യത്തിൽ
അത് മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നറിയാമോ? വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ പിടിച്ചിട്ട് അത് എന്ത് ചെയ്യും? പരസ്യപ്പെടുത്തുവാനിടയായി തീരും. എങ്കിൽ മാത്രമേ അവർക്ക് റൈറ്റ് ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്ക് റൈറ്റ്. ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ചെയ്യുന്ന ആളാണ് എന്നൊക്കെ അവർ തന്നെ ഉയർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലെ സന്ദർഭത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ കാലഘട്ടം യാത്ര ചെയ്യുന്നു. എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കേണ്ടതിന് പറയുമെന്ന് യേശുവിന് അറിയാം. അത് പറയാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? അവരെ യേശു ശാസിച്ചു എന്ന. ഹല്ലേലൂയ. അങ്ങനെ 13-ാമത്തെ വാക്യം തുടങ്ങുന്നത്, പിന്നെ അവൻ അതിനുശേഷം, ശാസിച്ചതിനു ശേഷം. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു സൗഖ്യമാക്കിയതും പടകിൽ കയറി യാത്ര ചെയ്യുന്നതും ഒക്കെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദിയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരയിൽ നിന്നും സോരിന്റെയും സീദോരിന്റെയും മറ്റു ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു. അപ്പൊ വലിയൊരു പുരുഷാരം യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു. ഈ സന്ധ്യവേളയിൽ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ആകുന്ന ആത്മീയ ജീവിതത്തിന്റെ ശുശ്രൂഷയിലും അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ശുശ്രൂഷ കേട്ട് അറിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ഈ സന്ധ്യവേളയിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയ യേശു 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, 9-10 വാക്യങ്ങളിലൂടെ നമുക്ക് അവിടെയും കാണുവാൻ കഴിയും, യേശു അനേകരെ സൗഖ്യമാക്കിയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിരക്കിക്കൊണ്ടിരുന്നു. ബാധകളുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ബാധയുള്ളവർ ഹല്ലേലൂയ ബാധിതരായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്പം സാക്ഷ്യം ഓർപ്പിച്ചതാണ്. എങ്കിലും ഹല്ലേലൂയ ഞാൻ ഇത് പറഞ്ഞപ്പോൾ, ഈ കാര്യം ഓർത്തപ്പോൾ, ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 39 വർഷത്തോളമായി, ഏതാണ്ട് 40 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിലായിട്ട് എൻ്റെ സ്വന്തം ദേശം ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു. ഓർമ്മയുണ്ടവർ ഉണ്ടാവാം. ജനിച്ചു വളർന്നതെല്ലാം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ. ജനിച്ചു വളർന്നൊരു സാധാരണ ഒരു കുടുംബത്തിൽ. എൻ്റെ അപ്പനും അമ്മയൊക്കെ കൂലിവേലക്കാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ അപ്പനൊക്കെ ഇടുക്കി എന്ന് പറയുന്ന ജില്ല രൂപീകരിക്കപ്പെടുന്ന സമയ കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയുടെ മൂവാറ്റുപുഴ താലൂക്കിൽ നിന്ന് കുടിയേറി പാർത്തവരാ. ആനയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഒരു സ്ഥലങ്ങളൊക്കെ വെട്ടി പിടിച്ച് അവര് കൃഷികളൊക്കെ ചെയ്തുവെങ്കിലും അവർക്കതൊന്നും സംരക്ഷിച്ച് നിർത്തുവാൻ അന്നത്തെ സാഹചര്യങ്ങൾ കഴിഞ്ഞില്ല. കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് വെട്ടിപ്പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ചൊളു വിലയ്ക്ക് അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത് അവര് ആ പൈസ വാങ്ങി ഉപജീവനം കഴിക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറയട്ടെ, അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ജനനവും ഒക്കെ. ഒത്തിരി കഷ്ടതയുടെയും ഭാരങ്ങളുടെയും വേദനയുടെ നടുവിൽ എൻ്റെ വിദ്യാഭ്യാസം നടന്നു.
നടന്നു. ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പോകുമ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ട് മറ്റൊരു ഷർട്ട് ഇടുവാനില്ലാതെ ഒറ്റ ഷർട്ട് കൊണ്ട് ഒരു വർഷം സ്കൂളിൽ പോയതായ അനുഭവങ്ങളുണ്ടോ? ഇന്ന് വൈകിട്ട് വരും, സ്കൂളിൽ വിട്ട് വൈകിട്ട് വരും, വൈകിട്ട് അത് കഴുകിയിടും. കഴുകിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇന്നത്തെ പോലെ ആധുനിക സംവിധാനമൊന്നുമില്ല, ഞങ്ങളുടെ മേഖലയിൽ ഇലക്ട്രിസിറ്റി ഇല്ല. കഴുകി അഴിയിൽ വിരിച്ചിടും. പ്രഭാതമാകുമ്പോൾ നല്ല പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ചു വെക്കും. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ സ്റ്റീൽ പാത്രത്തിൽ, എന്നിട്ട് അതിൻ്റെ ചൂടുകൊണ്ട് ആ പകുതി ഉണങ്ങിയ ഷർട്ട് എന്ത് ചെയ്യുന്നറിയാമോ? തേക്കും. തേച്ച് ചുളുക്കമാണ്, നല്ലപോലെ ഉണങ്ങിയല്ല, അത് വിട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുന്ന പോക്കിൽ ശരീരത്തിൽ ചൂടുകൊണ്ട് എന്ത് ചെയ്യും? ഷർട്ട് നിക്കറ് ഉണങ്ങും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളുടെ നടുവിലാണ് എൻ്റെ പഠനമൊക്കെ നീങ്ങുവാനിടയായി തീർന്നത്. പറയട്ടെ, ഞാൻ ദാരിദ്ര്യം പറയുകയല്ല, എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ ഓർക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നുപോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം തന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി വിളിച്ച് ഇറങ്ങിയപ്പോൾ, തിരഞ്ഞെടുത്തപ്പോൾ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി എൻ്റെ ചെറുപ്രായത്തിൽ ഇറങ്ങി. ആദ്യം ഞാൻ പോകുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത് വടക്കേന്ത്യയിലേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന, കർത്താവിൽ പ്രസിദ്ധനും നോർത്ത് ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നതായ PG വറീസിന്റെ IIT ടീമിലേക്കായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഞ്ചാബിൽ കലാപങ്ങൾ നിറഞ്ഞ ഒരു സമയം. സിഖ് രാജ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഹിന്ദുലിംബാലയുടേതാകുന്ന അനുയായികളും അവരെല്ലാവരും കൂടെ കൂടി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന സമയം. ആ സമയത്താണ് ഞാൻ പഞ്ചാബിൽ കർത്താവിൻ്റെ പേരോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയത്. ഭാഷ അറിയത്തില്ല, എങ്ങോട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയുവാൻ, ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാവുന്നുള്ളതല്ലാതെ തിരിച്ചു പറയാൻ അറിയത്തില്ല. അങ്ങനെയുള്ള വലിയൊരു സാഹചര്യത്തിൽ ഒന്നും അറിയാതെ കോട്ടയം നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറി വന്ന ഹിമസാഗർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്, അതിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ആണ് ആദ്യം യാത്ര ചെയ്യുന്നത്. ചെന്ന് പട്ടാങ്കോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് PG വറീസിന്റെ ആസ്ഥാനമായിരിക്കുന്ന ബേർഷേബ കോമ്പൗണ്ടിൽ ഒരു സൈക്കിൾ റിക്ഷയിൽ, ഞാൻ ഓർക്കുന്നു, സൈക്കിൾ റിക്ഷയിൽ ചെന്നിറങ്ങിയത്. സ്വത്രം എന്തെന്നറിയത്തില്ല. എന്നാൽ പറയട്ടെ, ആമേൻ, ദൈവ അത്ഭുതകരമായ വഴി നടത്തി. ഹല്ലേലൂയ. ആമേ, ഭാഷ അറിയത്തില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് മറ്റു ആശയവിനിമയം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും? ഭാഷ അറിയത്തില്ലാത്തത് കൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന ഭാഷ കലക്കിയ ദൈവം ആമേ എൻ്റെയും ജീവിതത്തിൽ നന്നായി ഹിന്ദി സംസാരിപ്പാൻ കർത്താവ് അവസരം തന്നു. ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ കടന്നുപോയി ഫിലിം, യേശുവിൻ്റെ ചരിത്രമായ ഫിലിം, രാജാവോങ്ക രാജ എന്ന് പറഞ്ഞ ഫിലിം കാണിച്ച് ഗ്രാമങ്ങളിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ആ കാലഘട്ടമൊക്കെ വളരെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടം. ഞാൻ ഓർക്കുന്നു, ജലന്ധറിൽ ഞങ്ങള് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എൻ്റെ സ്നേഹിതന്മാർ വേറെ 2 പേരുണ്ട്. ഞാൻ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും ആവർത്തന വിശദത ഉണ്ടെന്ന് പറയരുത്. ഞാനിത് ഓർപ്പിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരട്ടെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാവേലിക്കരക്കാരൻ, തഴക്കരയിലുള്ള ഒരു സണ്ണി, KJ ചെറിയാൻ എന്ന് പറഞ്ഞ സഹോദരൻ, ഇന്ന് അദ്ദേഹം IPCയിലെ ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ്. പിന്നെ
റാന്നി അടുത്തുള്ള ചേത്തയ്ക്കൽ എന്ന് പറഞ്ഞ അടുത്തുള്ള ജോസ് ജേക്കബ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, ഞാനും, ഇങ്ങനെ 3 പേരും ജലന്ധറിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ജലന്ധർ പട്ടണത്തിൽ പട്ടണത്തിൽ നിന്നൊരു ഗ്രാമത്തിൽ ഞങ്ങള് ഫിലിം കാണിച്ചിട്ട് തിരിച്ച് ഏതാണ്ട് രാത്രി ഒരു 11:30 അടുത്തപ്പോൾ അന്നത്തെ ETയുടെ ട്രഷറായിരിക്കുന്ന മാത്യു ജോർജിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ജലന്ധർ ടൗണിൽ വെച്ച് ഞങ്ങളുടെ മുൻപിൽ കുറെ ഭീകരവാദികൾ വന്ന് ജലന്ധർ സിറ്റി കമ്മീഷണർ, പോലീസ് സിറ്റി കമ്മീഷണർ നേരെ വെടിയുതിർത്തു. ഭാഗ്യത്തിന് പറയട്ടെ, അദ്ദേഹം പെട്രോളിംഗ് കഴിഞ്ഞ് പോലീസുകാരുമായിട്ടൊക്കെ യാത്ര കടന്നു വരുമ്പോഴാണ് ഈ സംഭവം. ആരുടെയോ ഭാഗ്യം, അദ്ദേഹത്തിന്റെ തോളിലാണ് വെടികൊണ്ടത്. മരിപ്പാനിടയായി തീർന്നില്ല. പെട്ടെന്ന് ഭയങ്കര പ്രയാസങ്ങളായി. ഞങ്ങളെ കൊണ്ടുവന്ന സൈക്കിൾ റിക്ഷ കാരൻ പറഞ്ഞു, ഇതാണ് സംഭവം, നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം. അപ്പോഴത്തേനും വയർലെസ്സിലൂടെ മെസ്സേജുകൾ വന്നു. പോലീസുകാരുടെ ഭയങ്കര ഒരു വലിയ ജനക്കൂട്ടം, എങ്ങോട്ട് പോകണമെന്നറിയുവാൻ കഴിയാതെ, ആരെയും കടത്തിവിടാതെ നിന്നു. ഞങ്ങൾ പാർക്കുന്നതായ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ എത്തണം. എല്ലാ വഴികളിലും പോലീസ് കാവൽ നിർത്തി. പോകാൻ കഴിയുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ റിക്ഷയിലാണ്, സൈക്കിൾ റിക്ഷയിലാണ്. ഞങ്ങളുടെ കയ്യിൽ ഫിലിമിന്റെ പ്രോജക്റ്റ് ഉണ്ട്, ഫിലിമുണ്ട്, മറ്റിതര സാധനങ്ങളുണ്ട്. എങ്കിലും ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കേണ്ടതിന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ വരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സൈക്കിൾ റിക്ഷക്കാരൻ ഞങ്ങളെ ആ സൈഡിൽ ഇരുത്തിയിട്ട് നടന്ന് അവിടുത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട് കടന്നു ചെന്നപ്പോൾ വളരെ ശാന്തമാണ്. അദ്ദേഹം കൂടെ അവിടെ നിന്നവരോടൊക്കെ പറഞ്ഞു, എനിക്ക് ഞാനൊരു റിക്ഷ വലിക്കുന്ന ഒരാളാണ്, എന്നെ പോകാൻ അനുവദിക്കാൻ എൻ്റെ കൂടെ 2 പേരുണ്ട്, 3 പേരുണ്ട്, അവരെ പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടണം. അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ കേൾക്കാമോ? ഹലോ, കേൾക്കാം. അവരാരാണ്, എങ്ങനെയുള്ളവരാണ് എന്ന് ആ സഹോദരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ ഉപദേശിമാരാണ്, പാതിരിമാരാണ്, സുവിശേഷം അറിയിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. എനിക്ക് പറയട്ടെ, അവരെ ആ നിമിഷം തന്നെ ആ പ്രിയപ്പെട്ടവർ പോലീസ് അധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ യേശു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തന. കാരണം ഹല്ലേലൂയ, അശൂർ പാളയത്തിലേക്ക് ഇസ്രായേലിനെ മുടിച്ചു കളയുവാൻ അശൂർ സൈന്യത്തെ അയച്ച്, സിറിയൻ ചക്രവർത്തി സൈന്യത്തെ അയച്ച് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ശിഖ്യാവും കൂട്ടരും വളരെ ഭാരപ്പെട്ട് വേദനയോടുകൂടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ശിഖ്യാവിനോട് അരുളി ചെയ്തു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അസീര്യക്കാരോ അല്ലെങ്കിൽ അവരുടേതാകുന്ന യാതൊരു പ്രതിസന്ധികളോ ഒന്നും നിങ്ങളെ മുടിച്ചു കളയുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ശിഖ്യാവിനെ ധൈര്യപ്പെടുത്തി ആ രാത്രിയിൽ ഒറ്റ ദൂതൻ ഇറങ്ങിയതേ ഉള്ളൂ. ദൈവത്തിന്റെ ഒറ്റ ദൂതൻ അസീരിയ പാളയത്തിലേക്ക്, അശൂർ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പടജനത്തെ നിഗ്രഹിച്ച് തന്റെ ജനത്തെ വിടുവിച്ചു. എങ്കിൽ ഈ സന്ധ്യകളെ പറയട്ടെ,
ദൈവത്തെ തിരഞ്ഞെടുത്ത് കർത്താവിന് മാത്രം ശരണമായി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമായ കർത്താവ് അനുകൂലമായി നിലകൊള്ളുവാനിടയായിത്തീരും. വാക്കുകൾക്ക് ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. വാക്യത്തിലേക്ക് വേഗത്തിൽ വരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. വേഗത്തിൽ പറഞ്ഞ സമയം നമ്മുടെ മുൻപോട്ട് കടന്നു പോകുന്നല്ലോ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ. എന്താ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. ബോധിച്ചവരെ വിളിച്ചു, അവന്റെ അരികെ വന്നു. 14-ാമത്തെ വാക്യം, അവൻ തന്നോടുകൂടെ ഇരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. തന്നോടുകൂടെ ഇരിപ്പാൻ, യേശുവിനോടുകൂടെ ഇരിപ്പാൻ. ഇന്ന് രാത്രി സന്ധ്യവേള ഓർപ്പിക്കട്ടെ, നമ്മെയും യേശുവിനോട് കൂടെ ഇരിപ്പാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 3 കാര്യങ്ങൾ അവിടെ 4 കാര്യങ്ങൾ അവിടെ വ്യക്തമായി ഓർപ്പിക്കുന്നു. 1, യേശുവിനോട് കൂടി ഇരിപ്പാൻ അല്ലെങ്കിൽ തന്നോടുകൂടി ഇരിപ്പാൻ. 2, പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ. 3, പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ. 4, സാക്ഷിയായിരിക്കാൻ. 4 കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, തന്നോടുകൂടെ ഇരിപ്പാൻ. ആര്? നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ആരോടുകൂടെ ഇരിപ്പാൻ? യേശുവിനോടുകൂടെ ഇരിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. വേഗത്തിൽ വായിക്കാമോ? എടുത്താട്ടെ. മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കാം. 18-ാം അധ്യായം 20-ാമത്തെ വാക്യം, നാമത്തിൽ കൂടുവനത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഈ സന്ധ്യവേളയിൽ നമ്മുടെ നടുവിൽ യേശുണ്ട്. നാം യേശുവിനോട് കൂടി ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആകുകയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യവേളയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ ആരുണ്ട്? യേശുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും യേശുവിന്റെ അടുത്തായിരിക്കുന്നത്. നമ്മെ യേശുവിന്റെ അടുത്ത് ഇരുത്തുകയാ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ യേശുവിന്റെ അടുത്ത ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുക, 2-3 പേര് മതി, അധികം പേര് വേണ്ട. ഹല്ലേലൂയ. അധികം ആൾക്കാർ വേണ്ട. എന്റെ നാമത്തിലാണോ? ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ യേശു ആഗതനായി വന്നതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും 32-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 15-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. കണ്ടോ? ഹല്ലേലൂയ. അവർ തർക്കിച്ചും വാദിച്ചും മുമ്പോട്ട്. നമുക്ക് ആ സംഭവം അറിയാം, വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാര് 2 ശിഷ്യന്മാര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ളതായ എമ്മൗസിലേക്ക് പോകുകയാണ്. എമ്മൗസിലേക്ക് പോകുമ്പോൾ യേശു ഇത് അത്ഭുതം അടയാളങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ യേശു അവരോട് കൂടെ നടക്കുകയാ. ഹല്ലേലൂയ. കൂടെ നടന്ന് 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഈ സന്ധ്യവേളയിൽ പറയട്ടെ, നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒരു യേശു, നമ്മോട് കൂടെ
യേശു നമ്മളോട് അല്ലറിയ നമ്മോട് കൂടെ നടന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഈ സന്ധ്യവേളയിൽ നമ്മുടെ നടുവിലുണ്ട്. അതിന് 32-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. 32-ാമത്തെ വാക്യം കൂടെ. 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. യേശുവിന്റെ അടുത്ത് നാം ഇരിക്കുക മാത്രമല്ല, യേശു നമ്മുടെ അടുത്തും വരുമ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് ഹല്ലേലൂയ തിരുവെഴുത്തുകളെ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഹല്ലേലൂയ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നു. ദൈവാത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദൈവാത്മാവ് അവരുടെ ഉള്ളത്തിൽ കത്തി എന്ന് അവിടെ വ്യക്തമായി അങ്ങനെയെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം ആരനുഭവിക്കുന്നുവോ, യേശുവിന്റെ പാദപീഠത്തിൽ ആരായിരിക്കുന്നുവോ, ഹല്ലേലൂയ അവരുടെ ഉള്ളം ദൈവാത്മാവിനാൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ കൃപ ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. വേഗത്തിൽ പോകട്ടെ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. വേഗത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ ആരാ? മറ്റുള്ളവർ പറയുക ആരെ കുറിച്ച്? ശിഷ്യന്മാരെ കുറിച്ച്, യേശുവിനെ അനുഗമിച്ചവരെ കുറിച്ച്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയണം, ഇവർ യേശുവിനോട് കൂടിയിരുന്നവർ, യേശു അവരോട് കൂടിയിരുന്നവരാണെന്ന്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് നമ്മെ ഒന്ന് വിളിച്ച് വേർതിരിച്ചത് യേശുവിനോട് കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും പൗലോസ് വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും ഹല്ലേലൂയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെയാണ് അവിടെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഹല്ലേലൂയ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. കരോർത്തി സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. പ്രത്യാശയോടുകൂടെ ദൈവംപാകെ ആയിരിക്കുന്ന ജീവിതങ്ങളെ യേശുവിനോട് കൂടെ ചേർന്നിരിപ്പാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താമസമില്ല വേഗത്തിൽ വരികാൻ പോകുകയാണ്. ഹല്ലേലൂയ. 2-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ സമയങ്ങൾ തീരാറായല്ലോ. ഹല്ലേലൂയ. രണ്ടാമത് ഇവിടെ പറയുന്നു, പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാ പ്രസംഗിക്കേണ്ടത്? ജാതികളുടെ ഇടയിൽ. സഖറിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാമോ? സഖറിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. 2:8. 2:8. യെസ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ സൈന്യങ്ങളുടെ യഹോവ പറയുക, തന്റെ മഹത്വത്തിനായി നിങ്ങളെ എവിടെ വെച്ചിരിക്കുന്നു? ജാതികളുടെ ഇടയിൽ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നാം പോയി എന്ത് ചെയ്യണം? കർത്താവ് ജാതികളോട് സുവിശേഷം
അറിയിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. ഒന്നാമത് പറഞ്ഞു ഹല്ലേലൂയ അവനോടുകൂടെ ഇരിപ്പാൻ. രണ്ട് ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ. മാത്രമല്ല ഹല്ലേലൂയ പിന്നെ കാണുന്നതിനറിയാമോ, അതേ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കുവാൻ. ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കുവാൻ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 32-ാമത്തെ വാക്യങ്ങൾ ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 16:32 എന്താ പൗലോസും ശീലാസും ഹല്ലേലൂയ ഫിലിപ്പിയ ൂടെ കടന്നു വരുമ്പോൾ അവരെ അസഖ്യപ്പെടുത്തി ദൈവത്തെ നാമത്തിന്റെ മഹത്വത്തിന്റെ വർണ്ണിക്കുന്ന ഉന്നതന്മാരായ ഹല്ലേലൂയ പ്രവാചകന്മാരെന്ന്, ദൈവത്തിന്റെ മാർഗത്തെക്കുറിച്ച് രക്ഷാമാർഗം പറയുന്നവരെന്ന് പറഞ്ഞ് പൗലോസിന്റെയും ശീലാസിന്റെയും പുറകെ വന്നതായ ഹല്ലേലൂയ സ്ത്രീയെ കുറിച്ച് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പല നാളുകളായി ഇവർ ഈ ശിഷ്യന്മാരെ പൗലോസിനെ ശീലാസിനെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്താ അറിയാമോ, തിരിഞ്ഞ് ഹല്ലേലൂയ അവളെ ശാസിച്ചു. അവളെ ശാസിച്ചു. ഹല്ലേലൂയ എന്നാ അധികാരം യേശു കൊടുത്ത അധികാരമാ ഭൂതങ്ങളെ പുറത്താക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ കഴിഞ്ഞ എന്റെ ചെറുപ്പകാലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ശുശ്രൂഷയിൽ നിരവധി അശുദ്ധാത്മാവ് ബാധിച്ചതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അലറി പോകുന്നത് എന്റെ ശുശ്രൂഷയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം ഓർപ്പിച്ച് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. വേഗത്തിൽ വാക്കുകളെ നിർത്താം, സമയം അടുത്തല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എസ്റ്റേറ്റ് മേഖലയാ, ഹെൽബറിയ എന്ന് പറയുന്ന എസ്റ്റേറ്റ്. ഇന്ന് അവിടെ നിന്ന് രണ്ട് പ്രസിദ്ധന്മാരായ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹീതനായ കൺവെൻഷൻ പാസ്റ്റിംഗിനായിരിക്കുന്ന അനീഷ് ഏലപ്പാറ. രണ്ടാമത്തെ ആള് രാജേഷ് ഏലപ്പാറ. ഇവർ രണ്ടുപേരുടെ വീട് ഹെൽബറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആ ദേശത്ത് അവിടെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവിടെ ഞാൻ കർത്താവിന്റെ വേലയിൽ ഉള്ള ബന്ധത്തോട് ശുശ്രൂഷിക്കാൻ സഭയുടെ കാലെടുത്ത് അവിടെ ചെന്ന സമയത്ത് ആരുമില്ല, ഒരു വീട്ടുകാരേ ഉള്ളൂ. എനിക്ക് കിട്ടുന്നത് ഞായറാഴ്ച കിട്ടുന്ന സ്വോത്രകാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. അന്ന് സ്വോത്രകാഴ്ച പാസ്റ്റർമാർക്ക് അന്ന് എടുക്കാം പൈസ. ഇന്ന് സഭയിൽ കമ്മിറ്റിക്കാരാണ്, ശമ്പളമാ പൈസ. അതുകൊണ്ട് ഹല്ലേലൂയ അടിപിടിയ ഹല്ലേലൂയ പോട്ടെ, ഭാഗം വിടുകയാ. ഹല്ലേലൂയ ഞങ്ങൾക്ക് കിട്ടുന്നത് 75 പൈസയാ. 3.25 പൈസ. എനിക്ക് ആ ദേശത്ത് ചെല്ലണമെങ്കിൽ ഹല്ലേലൂയ 5 രൂപ ഒറ്റ ഒരു സൈഡിൽ 5 രൂപ വണ്ടിക്കൂലി വേണം. ചുരുക്കി പറയട്ടെ, ചില നാളുകൾ അതിലെല്ലാം കയറി ഇറങ്ങി പ്രവർത്തിച്ചു. ദൈവാത്മാക്കളെ തന്നു. ചർച്ചയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു ഭൂതഗ്രസ്തരായ ഒരു സഹോദരി അവിടെ വന്നു, പ്രാർത്ഥിക്കുവാൻ വന്നു. അവരെ പ്രാർത്ഥിച്ചു. ഞാൻ പറയില്ല ഞാൻ ആ ഭൂതത്തെ ഇറക്കിയെന്ന്. ആ പ്രാർത്ഥനയിൽ എന്റെ ശുശ്രൂഷയുടെ ആ ഭൂതം ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. രാത്രി തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പെരിയാറ് കടക്കണം. 50 പൈസ വണ്ടി വള്ളക്കൂലി വേണം. പെരിയാറ് കടന്ന് കടന്ന് ഞാൻ ചപ്പാത്ത് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഞാൻ അവിടുന്ന് ലാസ്റ്റ് ബസ്സിന് കയറി വീട്ടിൽ വന്നപ്പോൾ ഏതാണ്ട് 11:30-12 മണിയോട് അടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് എന്റെ വീട് ഒരു കുടില. പ്രൈസ് ദി ലോർഡ്. ഇന്നും ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. കുടില, ഓല കെട്ടി ഓല കൊണ്ട് മറച്ച് അല്ല സൗകര്യങ്ങളില്ല. അന്നും ഞങ്ങൾക്ക് കരണ്ട് എടുത്തിട്ടില്ല. കരണ്ട് ഇല്ലാത്തൊരു വീട്ടിൽ. ഞാൻ വന്ന ഉടനെ എന്റെ അമ്മച്ചി ഓടി വന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി ഓടി വന്ന് കതക് തുറന്ന് എന്നോട് കയറി വരാൻ പറഞ്ഞ് ഞാൻ കയറി ഇളം തിണ്ണയിലേക്ക് കയറിയപ്പോൾ ഞാൻ പെട്ടെന്നകത്തേക്ക് കയറി. അമ്മ തിണ്ണയിൽ നിൽക്കുക. എന്നോട് പറഞ്ഞു, നിന്റെ കൂടത്തിൽ വന്നവരെ എന്നാ നീ കയറ്റിയിരുത്താന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറഞ്ഞതിന്റെ താല്പര്യം, ആ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ ഭൂതത്തിന്മേൽ അധികാരം കൊടുത്ത ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്റെ കൂടെ ചിലർ ഇങ്ങ് പോന്നു.
വള്ളം കയറി വീട്ടിൽ വന്ന് വീടുമുറ്റത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞു, അവൻ ഒന്നും പേടിക്കണ്ട, അവർ പൊക്കൂടി എന്നെ കൊണ്ടുവിടാൻ വന്നവരാ. എന്നെ കൊണ്ടുവിടാൻ വന്നവരാ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ഒന്ന് അവനോടുകൂടി ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഹല്ലേലൂയ മാത്രമല്ല ജാതിയുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിപ്പാനും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത്. ഹല്ലേലൂയ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പോകുക മാത്രമല്ല, സുവിശേഷം അറിയിക്കുക മാത്രമല്ല, നാം ഫലം കായ്ക്കുന്നവരായി തീരണം. കർത്താവിന് പ്രയോജനമുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യവും 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, എസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായം 11-12 വാക്യങ്ങളൊക്കെ ചേർന്ന് പഠിക്കുമ്പോൾ മാത്രമല്ല, 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഹല്ലേലൂയ. നമ്മെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് കർത്താവിനോട് കൂടിയിരിപ്പാൻ, 2 ഹല്ലേലൂയ പ്രസംഗിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും, 3 ഹല്ലേലൂയ ഫലം കൊടുക്കേണ്ടതിനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അവസാനത്തെ ഹല്ലേലൂയ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. സാക്ഷികളായി തീരുവാൻ. ആരുടെ സാക്ഷ്യം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് ഒന്നേ പറയാനുള്ളൂ, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം നമുക്കെല്ലാവർക്കും അറിയാം, 28-ാം അധ്യായം 20-ാമത്തെ വാക്യവും, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യങ്ങളും, ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വാക്യവും, അപ്പോസ്തലപ്രവൃത്തി 1-8 ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ 1:8 ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:8 ഹല്ലേലൂയ വായിച്ച് നമുക്ക് ഈ രാത്രി വെച്ചും ക്ലോസ് ചെയ്യുവാൻ, ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8. ഒരു മിനിറ്റ് വാസം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിൽ എല്ലായിടത്തും ഭൂമിയിൽ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നാൽ ശക്തി ലഭിച്ചിട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്നുള്ള പദത്തിന് വളരെ നല്ലൊരു അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ചിട്ട് ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ശിംശോനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് നമുക്ക്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിന്റെ ശക്തി, ദൈവിക ശക്തി എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന നല്ലൊരു ശക്തി. ആ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ദലീല കൂടെ നടന്നു. എന്നാൽ പറയട്ടെ, ലോകമാകുന്ന ദലീലയുടെ മടിയിലേക്ക് അഭിഷക്തൻ തലകളെ വെച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കിയിട്ട് അഭിഷക്തനെ ഹല്ലേലൂയ തകർത്തു കളയുവാനിടയായി. ഹല്ലേലൂയ. പെരുസർ പിടിച്ചു കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചലനങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു കുരങ്ങിനെ കളിപ്പിക്കുന്നത് പോലെ കളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ന്യായാധിപനായിരിക്കുന്ന ശിംശോൻ ദൈവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക, യഹോവേ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ ശക്തി എന്റെ മേൽ പകരണമേ. ആ ക്ഷണത്തിൽ തന്നെ ദൈവിക ശക്തി അവന്റെ മേൽ കടന്നു വന്നിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ പെലിസ്യരെ കൊന്നതിനെ
കഴിഞ്ഞും ഹല്ലേലൂയ ആമേ ആൾക്കാരെ പരസ്യമല്ലന്മാരെ ആമേ കൊന്നു എന്ന് നമ്മൾ ആമേ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആമേ യഹോവയുടെ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ പ്രതിസന്ധികളിൽ നമുക്ക് ജയം തരുന്ന ദൈവത്തിന്റെ ശക്തിയാ. ഇവിടെ പറയുക, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ. ഹല്ലേലൂയ. ആമേ ഭൂമിയുടെ അറ്റത്തോളം. മത്തായി 28 വന്നിട്ട് 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശു തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞങ്ങൾ നിങ്ങൾക്ക് തരിക. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ലൂക്കോസ് 10:17 നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശു 70 പേരെ തിരഞ്ഞെടുത്തു. യേശു അവരെ പറഞ്ഞയച്ചു. യേശു അവരെയും എന്ത് ചെയ്തു? സ്വർഗത്തിന് ഭൂമിയുള്ള സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അയച്ചു, ജാതിയിടികൾ സാക്ഷികളാകുവാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാമും കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരുവാൻ. ഹല്ലേലൂയ. ഒന്ന്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ഒന്ന് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ. രണ്ട്, ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും ഹല്ലേലൂയ ദൈവ വചനം പ്രസംഗിക്കുവാൻ. മൂന്ന്, ഫലങ്ങൾ കായ്ക്കേണ്ടതിന്. ഹല്ലേലൂയ. മാത്രമല്ല നമ്മുടെ ഫലങ്ങൾ നിലനിൽക്കേണ്ടതിനും. നാല്, ഹല്ലേലൂയ സാക്ഷിയായി മാറുവാൻ, സാക്ഷിയായി തീരുവാൻ. ഈ നാടുകളിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി മാറുവാൻ നമ്മുടെ സഭകളിലെല്ലാം നാം സാക്ഷ്യം പറയുന്നത്. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഗ്രാമങ്ങളില്, നമ്മുടെ ചുറ്റുപാടുകളില് യേശുവിന്റെ സാക്ഷിയായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ സന്ധ്യവേളയിൽ നാം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ തരുന്ന അനുസരിച്ചുള്ള ശുശ്രൂഷ ചെയ്യുകയാ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിശ്ചയമായും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും എന്ന് ഓർപ്പിക്കുകയാ. കർത്താവ് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. ഞാൻ ആരും ഓർപ്പിച്ചല്ലോ, മാർക്കോസോ പൗലോസിന് പ്രയോജനമുള്ളവനാ, ഉപയോഗമുള്ളവനാ. നമുക്ക് ഉപയോഗമുള്ളവരെ, പ്രയോജനമുള്ളവരെ നമ്മോട് ചേർത്ത് പിടിച്ച് കർത്താവിന്റെ വേലിയിൽ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ ഇരിപ്പാനും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പ്രസംഗിക്കാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, ഫലങ്ങളെ കഴിക്കുവാനും, ഹല്ലേലൂയ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനും, ഹല്ലേലൂയ സാക്ഷിയായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ അവിടുന്ന് ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് തന്ന അവസരത്തെ ഞാനും ഹല്ലേലൂയ നിങ്ങൾക്കോടുള്ള നന്ദിയെയും കടപ്പാടുകളെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും.